എഡ്യൂക്കേഷണൽ സൈക്കോളജി സംബന്ധമായ നമ്മുടെ 20ാമത്തെ ക്ലാസ്സിലേക്ക് എല്ലാ സുഹൃത്തുക്കൾക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്ന വിഷയം ഗാഗ്നെ എന്ന സൈദ്ധാന്തികൻ തയ്യാറാക്കിയ ഹൈറാർക്കി ഓഫ് ലേണിംഗ് ആണ്. പഠനത്തിന്റെ ക്രമീകരണ ശ്രേണി. ഇത് വളരെ പ്രധാനപ്പെട്ട ഭാഗമാണ്. കേട്ടൽ പരീക്ഷകളിൽ ഇത് സംബന്ധമായിട്ട് നിരവധി ചോദ്യങ്ങൾ വന്നിട്ടുമുണ്ട്. ഒരു കേട്ടൽ പരീക്ഷയിൽ വന്ന ഒരു ചോദ്യം നമുക്ക് പരിശോധിക്കാം. താഴെ പറയുന്നവരിൽ പഠന ശ്രേണിയുമായി ബന്ധപ്പെട്ടിരിക്കുന്നത് ആരാണ്? ഹു എമംഗ് ദ ഫോളോയിങ് ഈസ് അസോസിയേറ്റഡ് വിത്ത് ഹൈറാർക്കി ഓഫ് ലേണിംഗ്? അബ്രഹാം മാസ്ലോ, എഡ്ഗാർ ഡെയിൽ, ഹൊവാർഡ് ഗാർണർ, റോബർട്ട് ഗാഗ്നെ. അബ്രഹാം മാസ്ലോയെ കുറിച്ച് നമ്മൾ നേരത്തെ പഠിച്ചിരുന്നു. അദ്ദേഹത്തിന് ഒരു ഹൈറാർക്കി ഉണ്ട്. പക്ഷേ അത് നീഡ്സിനെ സംബന്ധിച്ചുകൊണ്ടാണ് അദ്ദേഹം ആ ഒരു ഹൈറാർക്കി ഉണ്ടാക്കിയത്. അല്ലെങ്കിൽ അഭിപ്രേരണയെ കുറിച്ചുള്ള ഒരു ഹൈറാർക്കിയാണ് അദ്ദേഹം ഉണ്ടാക്കിയിട്ടുള്ളത്. ഇവിടെ ലേണിങ്ങിനെ കുറിച്ചുള്ള ഹൈറാർക്കിയാണ്, പഠന ശ്രേണിയാണ് തയ്യാറാക്കിയിരിക്കുന്ന ആളാര് എന്ന് ചോദിക്കുന്നത്. അപ്പൊ ഹൈറാർക്കി ഓഫ് ലേണിംഗ് തയ്യാറാക്കിയിരിക്കുന്നത് റോബർട്ട് ഗാഗ്നെയാണ്. അപ്പൊ ഡി എന്ന ഓപ്ഷനാണ് ശരിയായ ഉത്തരം. റോബർട്ട് ഗാഗ്നെ. ഗാഗ്നെ തയ്യാറാക്കിയ ഹൈറാർക്കി ഓഫ് ലേണിംഗ് ആണ് ഇത്, ക്രമീകൃത പഠന ശ്രേണി. ഇതിൽ 8 കാര്യങ്ങളാണ് ഉള്ളത്. 8 തരത്തിലുള്ള പഠനങ്ങളാണ് ഇവ. ഇവയെ അതിൻ്റെ സങ്കീർണതക്കനുസരിച്ചുകൊണ്ട് അദ്ദേഹം ക്രമീകരിച്ചതാണ്. ആദ്യം സിഗ്നൽ ലേണിംഗ്. ഇതിൽ ഏറ്റവും സങ്കീർണത കുറഞ്ഞത് സിഗ്നൽ ലേണിംഗ് ആണ്. പ്രോബ്ലം സോൾവിംഗ് ആണ് ഏറ്റവും സങ്കീർണമായ കാര്യം. ഏറ്റവും സങ്കീർണമായ പഠന രീതിയാണ് പ്രോബ്ലം സോൾവിംഗ്. നമുക്കത് പരിശോധിക്കാം. ആദ്യമായി സിഗ്നൽ ലേണിംഗ്, മലയാളത്തിൽ സംജ്ഞാ പഠനം എന്ന് പറയും. സിഗ്നൽ ലേണിംഗ്. 2 സ്റ്റിമുലസ് റെസ്പോൺസ് ലേണിംഗ്, ചോദക പ്രതികരണ പഠനം. 3ാമത്തത് ചെയിനിങ്, ശൃംഖലനം. മലയാളവും ഇംഗ്ലീഷും ചേർത്ത് നമ്മൾ മനസ്സിലാക്കുക. പരീക്ഷയിൽ 2 തരത്തിലുള്ള വാക്കുകളും വരാറുണ്ടല്ലോ. ചെയിനിങ്, ശൃംഖലനം. 4ാമത്തത് വെർബൽ അസോസിയേഷൻ, ഭാഷാപര ബന്ധം. 5 മൾട്ടിപ്പിൾ ഡിസ്ക്രിമിനേഷൻ, ബഹുമുഖ വിവേചനം. 6 ആശയ പഠനം അഥവാ കൺസെപ്റ്റ് ലേണിംഗ് അഥവാ ആശയ പഠനം. 7 പ്രിൻസിപ്പിൾ ലേണിംഗ്, തത്വപഠനം. 8 പ്രോബ്ലം സോൾവിംഗ്, പ്രശ്ന നിർദ്ധാരണം. ഇതിൻ്റെ സങ്കീർണതക്ക് അനുസൃതമായിക്കൊണ്ട് അദ്ദേഹം ക്രമീകരിച്ചതാണ്. സിഗ്നൽ ലേണിംഗ് ആണ് ഏറ്റവും സങ്കീർണത കുറഞ്ഞ പഠന രീതി. പ്രോബ്ലം സോൾവിംഗ് ആണ് ഏറ്റവും കൂടുതൽ സങ്കീർണതയുള്ള പഠന രീതി. ഇനി നമുക്ക് ഇതിൻ്റെ വിശദാംശങ്ങളിലേക്ക് പരിശോധിക്കാം. ഇനി നമുക്ക് ഓരോന്നായിട്ട് പരിശോധിക്കാം. ആദ്യം സിഗ്നൽ ലേണിംഗ് അഥവാ സംജ്ഞാ പഠനം. ഇത് നമുക്ക് പരിചിതമായ രീതിയാണ്. പാവ്ലോവിനെ കുറിച്ച് നമ്മൾ പറഞ്ഞു. പാവ്ലോവിന്റെ ക്ലാസിക്കൽ കണ്ടീഷനിങ്ങിനെ കുറിച്ച് പറഞ്ഞു. പൗരാണികാനുബന്ധന പഠനം. ആ രീതിയിൽ പഠിക്കുന്നതാണ് സിഗ്നൽ ലേണിംഗ്. ആ രീതിയിലൂടെ ചെറിയ പ്രായത്തിൽ തന്നെ കുട്ടികൾ ജലത്തോടും തീയോടുമൊക്കെയുള്ള ഭയം കുട്ടികളിൽ ഉണ്ടായി വരുന്നു. ഈ രീതിയിലുള്ള പഠനത്തെയാണ് സിഗ്നൽ ലേണിംഗ് എന്ന് പറയുന്നത്. ഇത് കുട്ടി മനഃപൂർവ്വം പഠിച്ചെടുക്കുന്നതല്ല, കുട്ടിയിൽ താനേ ഉണ്ടായി വരുന്ന ഒരു പഠനമാണ്. അതാണ് സിഗ്നൽ ലേണിംഗിന്റെ ഒരു പ്രത്യേകത. 2ാമത്തത് ചോദക പ്രതികരണ പഠനം, സ്റ്റിമുലസ് റെസ്പോൺസ് ലേണിംഗ്. ഇത് ട്രയൽ ആൻഡ് എറർ രീതിയിലുള്ള പഠനമാണ്. നേരത്തെ സ്കിന്നറെ കുറിച്ച് നമ്മൾ പറയുകയുണ്ടായി. സ്കിന്നർ പറഞ്ഞ ഓപ്പറന്റ് കണ്ടീഷനിങ് രീതിയിലുള്ള പഠനമുണ്ടല്ലോ, അതിനെയാണ് ഇവിടെ സ്റ്റിമുലസ് റെസ്പോൺസ് ലേണിംഗ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ക്ലാസിക്കൽ കണ്ടീഷനിങ് രീതിയേക്കാൾ അല്പം കൂടി സങ്കീർണമായ രീതിയാണ് സ്റ്റിമുലസ് റെസ്പോൺസ് ലേണിംഗ്. 3ാമത്തതാണ് ശൃംഖലനം അഥവാ ചെയിനിങ്. അഥവാ നേരത്തെ പഠിച്ച 2 2ലേറെയോ ചോദക പ്രതികരണ ബന്ധങ്ങൾ അഥവാ സ്റ്റിമുലസ് റെസ്പോൺസ് ബന്ധങ്ങൾ ക്രമത്തിൽ സംയോജിപ്പിച്ചുകൊണ്ടുള്ള പഠനമാണ് ശൃംഖലനം. ശൃംഖലനം വഴി സ്വായത്തമാക്കുന്ന ഒരുപാട് നൈപുണികളുണ്ട്. അത് പ്രാഥമിക വിദ്യാഭ്യാസ ഘട്ടത്തിൽ തന്നെ നിരവധി നൈപുണികൾ അങ്ങനെ ശൃംഖലാ പഠനം വഴിയാണ് കുട്ടി സ്വായത്തമാക്കാറുള്ളത്. ഉദാഹരണമായിട്ട് എഴുതുക,
ബട്ടൺ ഇടുക, അതേപോലെ പിയാനോ വായിക്കുക, അങ്ങനെ തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളൊക്കെ ശൃംഖലനം വഴിയാണ്. അതിൽ ഒരുപാട് രണ്ടിലേറെയോ ചോദക പ്രതികരണ ബന്ധങ്ങൾ ഉണ്ടായിരിക്കും. ഈ രീതിയിലുള്ള പഠനത്തെയാണ് ശൃംഖലനം എന്ന് പറയുന്നത്. നാലാമതായിട്ട് വെർബൽ അസോസിയേഷൻ, ഭാഷാപര സംയോജനം. നേരത്തെ നമ്മൾ ചെയിനിങ്ങിനെ കുറിച്ച് പറഞ്ഞല്ലോ, ശൃംഖലനത്തെ കുറിച്ച്. ഒരു തരം ശൃംഖലനം തന്നെയാണ് വെർബൽ അസോസിയേഷൻ. ഭാഷാപരമായ സ്കില്ലുകൾ വളർത്തിയെടുക്കുവാൻ വെർബൽ അസോസിയേഷൻ കുട്ടിയെ ഏറെ സഹായിക്കുന്നു. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഇവ ഓരോന്നും പരസ്പരം ബന്ധപ്പെട്ടതാണ് എന്നാണ്. അഥവാ സിഗ്നൽ ലേണിംഗ് ഒരു കുട്ടിക്ക് കഴിയുമെങ്കിൽ മാത്രമേ സ്റ്റിമുലസ് റെസ്പോൺസ് ലേണിംഗ് കുട്ടിക്ക് കരസ്ഥമാക്കാൻ കഴിയുകയുള്ളൂ. ആ രീതിയിൽ കുട്ടിക്ക് പഠിക്കാൻ സാധിക്കണമെങ്കിൽ ആദ്യം സിഗ്നൽ ലേണിംഗ് കുട്ടിക്ക് കഴിയണം. സിഗ്നൽ ലേണിംഗ് കഴിയുമെങ്കിലേ കുട്ടിക്ക് സ്റ്റിമുലസ് റെസ്പോൺസ് ലേണിംഗ് കഴിയുകയുള്ളൂ. സ്റ്റിമുലസ് റെസ്പോൺസ് ലേണിംഗ് കുട്ടിക്ക് സാധ്യമായാൽ മാത്രമേ കുട്ടിക്ക് ചെയിനിങ് സാധ്യമാവുകയുള്ളൂ. ചെയിനിങ് സാധ്യമായാൽ മാത്രമേ കുട്ടിക്ക് വെർബൽ അസോസിയേഷൻ സാധ്യമാവുകയുള്ളൂ. അവ ഇവയെല്ലാം പരസ്പരം ബന്ധപ്പെട്ട് കിടക്കുന്നു. ഒന്ന് അതിന് ശേഷമുള്ളതിൻ്റെ പ്രീ റിക്വിസിറ്റ് ആണ് എന്നതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അഥവാ വെർബൽ അസോസിയേഷൻ നടത്തണമെങ്കിൽ കുട്ടി അതിന് മുമ്പുള്ള ചെയിനിങ് നടത്താൻ കുട്ടിക്ക് സാധിക്കേണ്ടതുണ്ട്. അതാണ്, ഇവ പരസ്പരം ഇങ്ങനെ ബന്ധപ്പെട്ടിരിക്കുന്നു. ഇവ പരസ്പരം ആവശ്യമുള്ളവയാണ്. ഓരോന്നിനെയും പ്രീ റിക്വിസിറ്റ് ആണ് അതിന് മുമ്പുള്ളത്. ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരു കേട്ടറ്റ് പരീക്ഷയിൽ വന്ന ചോദ്യം നമുക്ക് നോക്കാം. ഗാഗ്നയുടെ അഭിപ്രായത്തിൽ കുട്ടികളിൽ വാചിക അനുബന്ധ പഠനം സാധ്യമാകുവാൻ ആവശ്യമായ പൂർവാചിത ശേഷി ഏതാണ്? അക്കോർഡിംഗ് ടു ഗാഗ്നെ, വിച്ച് ടൈപ്പ് ഓഫ് ലേണിംഗ് ഈസ് ദ പ്രീ റിക്വിസിറ്റ് ഫോർ വെർബൽ അസോസിയേഷൻ ലേണിംഗ്? അപ്പൊ വെർബൽ അസോസിയേഷൻ അഥവാ വാചിക അനുബന്ധ പഠനം അത് നടക്കണമെങ്കിൽ അതിന് മുമ്പ് കുട്ടിക്ക് എന്താണ് ഉണ്ടാവേണ്ടത്, കുട്ടിക്ക് ഉണ്ടാവേണ്ട കഴിവ് ഏതാണ് എന്നാണ് ചോദിക്കുന്നത്. അപ്പോൾ ഈ വെർബൽ അസോസിയേഷൻ എന്നതിന് ഇവിടെ മലയാളം, നമ്മൾ നേരത്തെ പറഞ്ഞ മലയാളമല്ല പറഞ്ഞിരിക്കുന്നത്, വാചിക അനുബന്ധ പഠനം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ കൺഫ്യൂഷൻ ഒഴിവാക്കാൻ നമ്മൾ ഇംഗ്ലീഷ് വേർഡ് കൃത്യമായിട്ട് പഠിക്കുക. മലയാളം അല്പസ്വല്പം മാറ്റങ്ങളോട് കൂടിയിട്ടാണ് വരാറുള്ളത് എന്ന് നമ്മൾ നേരത്തെ കണ്ടതാണല്ലോ. അപ്പൊ ഏതായാലും വെർബൽ അസോസിയേഷൻ കുട്ടിക്ക് സാധിക്കണമെങ്കിൽ അതിന് മുമ്പ് കുട്ടിക്ക് എന്ത് കഴിയണം, കുട്ടി എന്ത് ശേഷി നേടിയിരിക്കണം എന്നതാണ് ചോദ്യം. അപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞു, ഇത് ഓരോന്നും അതിൻ്റെ ക്രമത്തിൽ ഇങ്ങനെ നേടിപ്പോരുകയാണ് ചെയ്യേണ്ടത്. അഥവാ ഇവിടെ ചെയിൻ ലേണിംഗ്, കൺസെപ്റ്റ് ലേണിംഗ്, ഡിസ്ക്രിമിനേഷൻ ലേണിംഗ്, പ്രിൻസിപ്പിൾ ലേണിംഗ്. ഇതിൽ പ്രിൻസിപ്പൽ ലേണിങ്ങിനെ കുറിച്ച് നമ്മൾ പറഞ്ഞിട്ടില്ല, ഡിസ്ക്രിമിനേഷൻ ലേണിങ്ങിനെ പറഞ്ഞിട്ടില്ല, കൺസെപ്റ്റ് ലേണിങ്ങിനെ കുറിച്ച് പറഞ്ഞിട്ടില്ല. എങ്കിലും നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യമാണ്, ഈ ഹൈറാർക്കിയിൽ ആദ്യം പറയുന്ന ഓരോന്നും അത് നേടിയാൽ മാത്രമേ അതിനുശേഷം പറയുന്ന കാര്യങ്ങൾ നേടാൻ സാധിക്കുകയുള്ളൂ. അഥവാ ആ ഹൈറാർക്കിയിൽ ഏറ്റവും താഴെയുള്ളത് സിഗ്നൽ ലേണിംഗ് ആണ്. ആ സിഗ്നൽ ലേണിംഗ് നേടിയാൽ മാത്രമേ സ്റ്റിമുലസ് റെസ്പോൺസ് ലേണിംഗ് നടത്താൻ സാധിക്കുകയുള്ളൂ. സ്റ്റിമുലസ് റെസ്പോൺസ് ലേണിംഗ് കുട്ടി കഴിയുമെങ്കിൽ മാത്രമേ ശൃംഖലനം കുട്ടിക്ക് സാധിക്കുകയുള്ളൂ. അഥവാ ചെയിനിങ് കുട്ടിക്ക് സാധിക്കുകയുള്ളൂ. ചെയിനിങ് സാധിച്ചാൽ മാത്രമേ കുട്ടിക്ക് വെർബൽ അസോസിയേഷൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ വെർബൽ അസോസിയേഷൻ രീതിയിലുള്ള ലേണിംഗ് കുട്ടിക്ക് സാധിക്കണമെങ്കിൽ അതിൻ്റെ പ്രീ റിക്വിസിറ്റ് അഥവാ അതിന് മുമ്പ് വെർബൽ അസോസിയേഷൻ കുട്ടി കഴിയുന്നതിന് മുമ്പ് കുട്ടിക്ക് എന്ത് കഴിവുണ്ടായിരിക്കണം? അഥവാ വെർബൽ അസോസിയേഷന് മുമ്പ് നമ്മൾ ഏതാണ് പറഞ്ഞത്? ചെയിനിങ് ആണ്. അപ്പൊ ചെയിനിങ് കുട്ടിക്ക് സാധിക്കണം. അതാണ് എ ആണ് ശരിയായ ഉത്തരം. ശൃംഖലന പഠനം, ചെയിൻ ലേണിംഗ്. എ ആണ് ശരിയായ ഉത്തരം. അഞ്ചാമത്തത് മൾട്ടിപ്പിൾ ഡിസ്ക്രിമിനേഷൻ ആണ്, ബഹുമുഖ വിവേചനം. അഥവാ ചില കാര്യങ്ങളിൽ പരസ്പരം സാമ്യതയുള്ള കുറെ വസ്തുക്കളെ അവ ഏതൊക്കെയാണ് എന്ന് തിരിച്ചറിയുവാനുള്ള കഴിവ് കുട്ടി നേടിയെടുക്കുന്നതാണ് മൾട്ടിപ്പിൾ ഡിസ്ക്രിമിനേഷൻ. ചില ആകൃതികളും ചില നിറങ്ങളുമൊക്കെ കുട്ടി പരസ്പരം വേർതിരിച്ചു മനസ്സിലാക്കുന്നത് മൾട്ടിപ്പിൾ ഡിസ്ക്രിമിനേഷൻ വഴിയാണ്. ആറാമത്തത് കൺസെപ്റ്റ് ലേണിംഗ്, ആശയ പഠനം. അഥവാ പരസ്പരം ബന്ധമുള്ളവയെ ഒന്നായിട്ട് മനസ്സിലാക്കുവാനുള്ള ഒരു ശേഷി കുട്ടി നേടിയെടുക്കുന്നു. അതാണ് ആശയ പഠനം.
അഥവാ വ്യത്യസ്ത വലുപ്പങ്ങളിലുള്ള ഒരു സമചതുര കട്ടകൾ. അവയെ ആദ്യം കുട്ടിക്ക് അത് വ്യത്യസ്ത വസ്തുക്കൾ നിർമ്മിച്ചതാണെങ്കിൽ, വ്യത്യസ്ത വലുപ്പത്തിലുള്ളവയാണെങ്കിൽ ഇതെല്ലാം ഒരേ ഗണത്തിലുള്ളവയാണ് എന്ന് കുട്ടിക്ക് മനസ്സിലാവുകയില്ല. ഇതെല്ലാം സമചതുര കട്ടകളാണ് എന്ന കാര്യം കുട്ടിക്ക് മനസ്സിലാവുകയില്ല. പക്ഷെ പിന്നീട് കുട്ടിക്ക് ഈ യാഥാർത്ഥ്യം മനസ്സിലാകുന്നു. ഇവ വ്യത്യസ്ത വസ്തുക്കളാൽ ഉണ്ടാക്കിയതാണെങ്കിലും ശരി, വ്യത്യസ്ത വലുപ്പത്തിലുള്ളതാണെങ്കിലും ശരി, ഇവയെല്ലാം സമചതുര കട്ടകളാണ്, ഇവയെല്ലാം ഒരേ ഗണത്തിൽപ്പെട്ടവയാണ് എന്ന് കുട്ടി മനസ്സിലാക്കുന്നു. അതിനെയാണ് കൺസെപ്റ്റ് ലേണിംഗ് എന്ന് പറയുന്നത്. ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരു കേട്ടറ്റ് പരീക്ഷയിൽ വന്ന ചോദ്യം നോക്കാം. 4ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു കുട്ടിക്ക് ക്ലാസ്സിൽ പഠിപ്പിക്കുന്ന ഒട്ടുമിക്ക ആശയങ്ങളും മനസ്സിലാക്കുവാൻ സാധിക്കുന്നില്ല. ഗാഗ്നയുടെ പഠന ശ്രേണി പ്രകാരം ആശയ രൂപീകരണ ഘട്ടത്തിന് തൊട്ടു മുമ്പുള്ള ഏത് കഴിവ് സംജാതമാവാത്തതാണ് ഇതിന് കാരണം? A child in 4th standard could not able to understand any of the concepts explained in the class. The reason may be underachievement of a particular stage in Gagner's hierarchy of learning. What is the name of that stage which comes immediately below the concept learning? അതായത് നമ്മൾ നേരത്തെ വന്ന അതേ ചോദ്യം, നേരത്തെ നമ്മൾ ഒരു കേട്ടറ്റ് പരീക്ഷയിൽ വന്ന ഒരു ചോദ്യം മനസ്സിലാക്കിയല്ലോ, അതേ ചോദ്യം തന്നെയാണ് ഇതും. അതായത് ഇവിടെ ഇപ്പോ കൺസെപ്റ്റ് ലേണിങ്ങിനെ കുറിച്ചാണ് പറയുന്നത്. കുട്ടിക്ക് കൺസെപ്റ്റ് ലേണിംഗ് നേടണമെങ്കിൽ കുട്ടിക്ക് എന്താണ് പ്രീ റിക്വിസിറ്റ് ആയിട്ട് വേണ്ടത്? അതിനു മുമ്പ് കുട്ടി എന്താ പഠിച്ചിരിക്കേണ്ടത്? കുട്ടിക്ക് മൾട്ടിപ്പിൾ ഡിസ്ക്രിമിനേഷൻ സാധിക്കണം. അപ്പോൾ മൾട്ടിപ്പിൾ ഡിസ്ക്രിമിനേഷൻ സാധിക്കാത്തത് കൊണ്ടാണ് കുട്ടിക്ക് കൺസെപ്റ്റ് ലേണിംഗ് സാധിക്കാത്തത്. അപ്പോൾ ഇവിടെ ഇത്തരം ചോദ്യങ്ങൾ ഇങ്ങനെ ആവർത്തിക്കുന്നത് നമ്മൾ കണ്ടല്ലോ. അതുകൊണ്ട് നമ്മൾ ചെയ്യേണ്ടത് ഈ ഗാഗ്നയുടെ ഹൈറാർക്കി ഓഫ് ലേണിംഗിൽ നമുക്ക് ചെയ്യാനുള്ള കാര്യം അത് കൃത്യമായി കാണാതെ പഠിക്കുക, മനഃപ്പാഠമാക്കുക എന്നതാണ്. ആ ഹൈറാർക്കി താഴെ മുതൽ മേലോട്ട് നമ്മൾ മനഃപ്പാഠമാക്കുക. സിഗ്നൽ ലേണിംഗ്, സ്റ്റിമുലസ് റെസ്പോൺസ് ലേണിംഗ്, ചെയിനിങ്, വെർബൽ അസോസിയേഷൻ, മൾട്ടിപ്പിൾ ഡിസ്ക്രിമിനേഷൻ, കൺസെപ്റ്റ് ലേണിംഗ്, ഇനി നമ്മൾ പറയാൻ പോകുന്ന പ്രിൻസിപ്പിൾ ലേണിംഗ്, പിന്നെ പ്രോബ്ലം സോൾവിങ്, അത് ആ ക്രമത്തിൽ നമ്മൾ മനഃപ്പാഠമാക്കുക എന്നതാണ് ഇത്തരം ചോദ്യങ്ങൾ വരുമ്പോൾ ഉത്തരം എഴുതാനുള്ള ഏക വഴി. 7ാമത്തേത് പ്രിൻസിപ്പിൾ ലേണിംഗ് ആണ്, തത്വപഠനം. തത്വം എന്ന് പറഞ്ഞാൽ 2ഓ അതിലധികമോ ആശയങ്ങളുടെ അർത്ഥപൂർണമായ ശൃംഖലയാണ്. അതാണ് തത്വം. ഒരു കുട്ടി ഒരു തത്വം പഠിച്ചോ എന്ന് നമുക്ക് പരിശോധിക്കാൻ കഴിയുന്നത് എങ്ങനെയാണ്? കുട്ടിക്ക് ആ തത്വം ഒരു സന്ദർഭത്തിൽ, ഒരു പുതിയ സന്ദർഭത്തിൽ പ്രയോഗിക്കാൻ കുട്ടിക്ക് സാധിക്കുന്നുണ്ടോ എന്ന് നിരീക്ഷിച്ചാൽ കുട്ടി ആ തത്വം പഠിച്ചോ എന്ന് നമുക്ക് വിലയിരുത്താം. അപ്പൊ 7ാമത്തേതാണ് പ്രിൻസിപ്പിൾ ലേണിംഗ്. പ്രിൻസിപ്പിൾ ലേണിംഗ് കുട്ടിക്ക് സാധിക്കണമെങ്കിൽ അതിന്റെ തൊട്ടു മുമ്പ് പറഞ്ഞ കൺസെപ്റ്റ് ലേണിംഗ് കുട്ടിക്ക് സാധിക്കേണ്ടതുണ്ട്. 8ാമത്തേത് പ്രോബ്ലം സോൾവിങ് അഥവാ പ്രശ്ന നിർദ്ധാരണം. പ്രശ്ന നിർദ്ധാരണം എന്നാൽ നേരത്തെ പഠിച്ച കുറേ തത്വങ്ങൾ കൂട്ടിയോജിപ്പിച്ചുകൊണ്ട് പുതിയ സങ്കീർണ തത്വങ്ങൾ ഉണ്ടാക്കിയിട്ട് ഏതെങ്കിലും ഒരു പുതിയ പ്രശ്ന സന്ദർഭത്തിൽ പരിഹാരം കാണുക എന്ന ലക്ഷ്യത്തോടു കൂടിയിട്ട് അവയെ പ്രയോഗിക്കുക. ആ പ്രക്രിയയാണ് പ്രോബ്ലം സോൾവിങ് എന്ന് പറയുക. അതിൽ ചിന്തനം എന്നത്, ചിന്ത അല്ലെങ്കിൽ ചിന്തനം അത്യാവശ്യമായിട്ട് വേണ്ടുന്ന ഒരു പ്രവർത്തനമാണ് പ്രോബ്ലം സോൾവിങ്. ഈ പ്രോബ്ലം സോൾവിങ് നടക്കണമെങ്കിൽ കുട്ടിക്ക് തത്വങ്ങൾ അറിയണം. നേരത്തെ പറഞ്ഞല്ലോ, അതിന്റെ പ്രീ റിക്വിസിറ്റ് ആണ് അത്. കുട്ടിക്ക് പ്രിൻസിപ്പിൾ ലേണിംഗ് സാധിച്ചാൽ മാത്രമേ പ്രോബ്ലം സോൾവിങ് കുട്ടിക്ക് കഴിയുകയുള്ളൂ. ഗാഗ്നയുടെ അഭിപ്രായത്തിൽ പഠന പ്രക്രിയയിലെ ഏറ്റവും സങ്കീർണമായ അല്ലെങ്കിൽ ഏറ്റവും ഉന്നത ശ്രേണിയിലുള്ള പഠനമാണ് പ്രശ്ന നിർദ്ധാരണം അഥവാ പ്രോബ്ലം സോൾവിങ്. ഒരു ചോദ്യം കൂടി നമുക്ക് പരിശോധിക്കാം. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് നോട്ട് എ കാറ്റഗറി ഇൻ ഗാഗ്നസ് ഹൈറാർക്കി ഓഫ് ലേണിംഗ്? ഒരു കാറ്റഗറി 3 പരീക്ഷയിൽ വന്ന ചോദ്യമാണ്. ഗാഗ്നയുടെ ഹൈറാർക്കി ഓഫ് ലേണിംഗിൽ ഉൾപ്പെടാത്ത ഒരു കാറ്റഗറി ഏതാണ്? ചെയിനിങ്, കൺസെപ്റ്റ് ലേണിംഗ്, സിംബോളിക് അസോസിയേഷൻ, പ്രോബ്ലം സോൾവിങ്. ചെയിനിങ് ഉണ്ട് അഥവാ ശൃംഖലനം ഉണ്ട്, കൺസെപ്റ്റ് ലേണിംഗ് ഉണ്ട്, പ്രോബ്ലം സോൾവിങ് ഉണ്ട്, സിംബോളിക് അസോസിയേഷൻ ആണ് ഇല്ലാത്തത്. അദ്ദേഹത്തിന്റെ ഹൈറാർക്കിയിൽ ഉള്ളത് വെർബൽ അസോസിയേഷൻ ആണ്, സിംബോളിക് അസോസിയേഷൻ അല്ല. അതുകൊണ്ട് സി ആണ് തെറ്റായിട്ടുള്ളത്.
അപ്പൊ അതാണ് ഈ ചോദ്യത്തിന്റെ ഉത്തരം. ഇത്രയും നമ്മൾ പറഞ്ഞു. ഈ ഹൈറാർക്കി, ഗാഗ്നയുടെ ഹൈറാർക്കി ഓഫ് ലേണിംഗിൽ നമ്മൾ എന്ത് പഠിക്കണം, കേട്ടറ്റ് പരീക്ഷയ്ക്ക് വേണ്ടി എന്ത് പഠിക്കണം എന്ന് നമ്മൾ ഈ ചോദ്യങ്ങളെ അടിസ്ഥാനപ്പെടുത്തിയിട്ടൊന്ന് വിലയിരുത്തുമ്പോൾ നമ്മൾ ചെയ്യേണ്ടത് ഈ ഹൈറാർക്കി മനഃപ്പാഠമാക്കുകയാണ് ചെയ്യേണ്ടത്. ഒന്നിനു ശേഷം അടുത്തത് എന്താണ്, ഒന്നിനു മുമ്പുള്ളത് എന്താണ്, ഇങ്ങനെ അത് ആ ക്രമത്തിൽ മനഃപ്പാഠമാക്കുക. ആ ചോദ്യമായ ഈ പരീക്ഷയിൽ ഈ വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇതുവരെ വന്നിട്ടുള്ളൂ. അതുകൊണ്ട് അത് മനഃപ്പാഠമാക്കുക, ആ ഹൈറാർക്കി മനഃപ്പാഠമാക്കുക എന്നതാണ് നമ്മൾ ചെയ്യേണ്ടത്.